Good afternoon. Good afternoon, Good Miss. afternoon. Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon. Good afternoon, Miss. മറ്റുള്ളവരോട് വരട്ടെ കേട്ടോ. Okay. Okay, good afternoon. Prayer song പാടും കേട്ടോ. ഞാൻ പാടാം. Afternoon. പാടട്ടെ മിസ്? പാടിക്കോ. പാടട്ടെ. Oh God, you are my father. I am a little child. Give me your love. Show me your blessings and light, that I may follow the way to things good and things right. Good afternoon. ഓക്കെ, നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായില്ലേ? ഉണ്ടായിരുന്നു. ചെയ്തോ Yes, എല്ലാവരും? Yes, Miss. ചെയ്തു. ചെയ്തു. വീട്ടിൽ കാണിക്കാവോ? കുറച്ച് പേരൊന്ന് കാണിച്ചേ. കീർത്തി. നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? അതെ, കാണാൻ Clear പറ്റുന്നുണ്ട്. ആണ്. മിസ് കാണുന്നുണ്ടോ? PDF കാണുന്നില്ലേ? കാണാം. PDF കാണില്ല. PDF കാണാൻ പറ്റുന്നുണ്ടോ?
ഓക്കെ, നിങ്ങൾ ചെയ്ത ആക്ടിവിറ്റി ഒന്ന് കാണിക്കാവോ? ആ, കീർത്തി. ഓക്കെ, വരച്ചതാണോടോ? ക്ലിയർ അല്ലാടോ, കാണിക്കാം, ഒന്നുകൂടി കാണിക്കാമോ? ഓക്കെ, വെരി ഗുഡ്, നന്നായിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആരാണ്? ഞാൻ കാണിക്കാം. കണ്ടില്ലടോ? ഇപ്പൊ കാണാവോ? ആ, ഓക്കെ ഓക്കെ. ആ, യെസ്. പെൻസിൽ കൊണ്ടാണല്ലേ? മിസ് സ്ക്രീൻ എങ്ങനെ ഷെയർ ചെയ്യാ? താഴെ അവിടെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടോ? സ്ക്രീൻ ഷെയർ പറഞ്ഞേ. ആ, യെസ്. ഇതൊന്ന് നോക്കി. കാണുന്നില്ല കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഷെയർ ചെയ്യണമെന്നില്ല, കാണിച്ചാൽ മതി. ഓക്കെ ഡോ, ഓക്കെ. വെരി ഗുഡ്. നെക്സ്റ്റ് ആരാണ്? ഞാൻ കാണിക്കുന്നുണ്ട് മാം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ കാണിക്കാമോ? ആ, പേപ്പറിലാണോ വരച്ചേക്കണേ? ബുക്കിലാ വരച്ചേക്കുന്ന മിസ്. ആ, ഓക്കെ, വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. ഞാൻ കാണിക്കാമോ? ഓക്കെ ഡോ. എല്ലാരും ഞാൻ കാണിക്കാമോ? ചെയ്തത് കാണിച്ചു. ബുദ്ധിമുട്ടുണ്ടായോ നിങ്ങൾക്ക് ചെയ്യാനായിട്ട്? ഇല്ല. ഇല്ല. അടുത്ത ആള്. മിസ് കഴിഞ്ഞ ആഴ്ചയിലെ ആക്ടിവിറ്റി ആണോ മിസ്? കഴിഞ്ഞ ദിവസത്തെ ആ, യെസ് യെസ്. ക്ലാസ്സിലില്ലായിരുന്നു, അതാണ് ചോദിച്ചത്. ആ, ഉണ്ടായിരുന്നില്ല. ചെയ്യണോട്ടോ അത്. ഇത് കാണുന്നുണ്ടോ? കാണിച്ചു. ആ, ഓക്കേടോ. യെസ്, എല്ലാവരും പെൻസിൽ കൊണ്ട് തന്നെയാണ് വരച്ചത്. അതെ മാം. ആബ്സെന്റ് ആയിരുന്നവർ പിന്നീട് ആക്ടിവിറ്റിയിലേക്ക് വരച്ച് ചേർത്താൽ മതി കേട്ടോ. നിങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്ന് സംസാരിച്ചാൽ മതി. നമുക്ക് ഗ്രൂപ്പ് ഉണ്ടോ? നിങ്ങൾ എന്തോ ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഇതുവരെ ഉണ്ടോ? എന്നെ ഒന്ന് ആഡ് ചെയ്തിട്ട് പോലും ഇല്ലല്ലോ. ആണോ? ഞാനല്ല കേട്ടോ, നിങ്ങളുടെ ഗസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെയാണ്. അറിഞ്ഞോടില്ല. അമൃത ജീവനെയും കൂടി ഒന്ന് ആഡ് ചെയ്യണേ. നമ്പർ ഒന്ന് കമന്റ് ആയിട്ട് ഇട്ടാൽ മതി. നമ്പർ കമന്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി ആരാ വരച്ചിരിക്കുന്നത്? കഴിഞ്ഞോ? ഇത്രയും ഞാൻ പേര് വരച്ചിട്ടുണ്ട് വരച്ചു. മിസ്സേ.
ഞാൻ വരച്ചിട്ടുണ്ട്. മറ്റുള്ള കേട്ടോ നോക്കട്ടെ. കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ല. കമന്റ്സ് വന്നിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാറില്ലേ? യെസ്. കാണുന്നുണ്ടോ? ഓക്കെ, നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. കളറൊക്കെ കൊടുത്തല്ലേ? ഒറിജിനൽ ആണെന്ന് തോന്നുന്നു. ടെക്സ്റ്റ് ബുക്ക് കളർ പോലെ ഉണ്ട്. കൊടുത്താണ് കളർ കൊടുത്താണ് വരച്ചിട്ട്. നൈസ് ആയിട്ടുണ്ട്. എന്ത് ടീച്ചറെ? A4 ഷീറ്റിലാണോ വരച്ചിരിക്കുന്നത്? നമ്മുടെ നോട്ട് ബുക്കില് ഒരു A4 ഷീറ്റിൽ വരച്ചിട്ട് ഒട്ടിച്ചതാണ്. എന്റെ വരയിട്ട നോട്ട് ബുക്കാണേ. അപ്പൊ അതുകൊണ്ട് ഇതില് ഞാൻ ഒട്ടിച്ചു വെച്ചതാ. വെരി ഗുഡ്. നല്ല ആക്ടിവിറ്റി. ആക്ടിവിറ്റിക്ക് സെപ്പറേറ്റ് നോട്ട് എടുക്കണം. വേണ്ട വേണ്ട വേണ്ട. ടീച്ചറുടെ നോട്ടിൽ തന്നെയാണ് ഞാൻ ചെയ്തത്. ഓക്കെ. നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേറെ മോണ്ടിസോറിയിൽ തന്നെ കുറെ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. അപ്പൊ അതിന് ജിഷാമിസ് അല്ലേ അത് എടുക്കുന്നത്? പറഞ്ഞു തരുമല്ലോ, ഒരുപാട് റെക്കോർഡ്സ് ഒക്കെ ചെയ്യാനുണ്ട്. പറഞ്ഞിരുന്നില്ലേ റെക്കോർഡിന്റെ കാര്യങ്ങളൊക്കെ? ഇല്ലല്ലോ. നെക്സ്റ്റ് മൊഡ്യൂളൊക്കെ ആവുമ്പോ പറയാം കേട്ടോ. പറഞ്ഞില്ലല്ലോ, റെക്കോർഡിന്റെ കാര്യം പറഞ്ഞില്ലേ? അത് പറയും. നെക്സ്റ്റ് ക്ലാസ്സുകളില് മൊഡ്യൂളൊക്കെ അനുസരിച്ച് എങ്ങനെയാണ് നോക്കിട്ട് പറയാം കേട്ടോ. ഓക്കെ മിസ്. ഓക്കെ. നെക്സ്റ്റ് സ്റ്റേജസ് ആണോ മിസ് വരയ്ക്കാൻ പറഞ്ഞത്? എന്താടാ? സ്റ്റേജസ് ആണോ വരയ്ക്കാൻ പറഞ്ഞത്? എംബ്രിയോടാ? എംബ്രിയോ സ്റ്റേജസ് ആണ്. 9 months. വീക്കോ എങ്ങനെയോ ഗൂഗിളിലൊന്ന് നോക്കിയാൽ മതി. ഓക്കെ. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ വരച്ച് കാണിക്കാം കേട്ടോ മിസ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്, കിട്ടിയായിരുന്നോ കഴിഞ്ഞ ചാപ്റ്ററിന്റെ? മാം അതില് അറ്റൻഡ് ചെയ്തു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞായിരുന്നു. ഓൾ ഓഫ് ദി അബോവ് ആണെന്നാണ് കറക്റ്റ് തോന്നുന്നത്. പക്ഷെ അതിൽ ബ്രെയിൻ മാത്രം. അത് ക്വസ്റ്റ്യൻ ഏതാന്ന് പറയാം. ഒരു മിനിറ്റ് മാം. ആൻസർ തെറ്റായിട്ടാണോ നോക്കണേ? ആൻസർ അതിലെല്ലാ കൊടുത്തിട്ട് അത് തെറ്റാണെന്നാ പറയുന്നത്. ഓൾ ഓഫ് ദി എബോവ് എന്നാണോ പറയുന്നത്? ഓൾ ഓഫ് ദി എബവ് എന്നാണ് പഠിപ്പിച്ചത്. മിസ് ഞങ്ങളെ പഠിപ്പിച്ചത് ഓൾ ഓഫ് ദി എബവ് എന്നാണ്. മാം ഇതാണ് ക്വസ്റ്റ്യൻ. ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് എംബ്രിയോ വിച്ച് ഫംഗ്ഷൻ ഈസ് ഡെവലപ്ഡ്? അതിൽ ലങ്സ്, ലിവർ, ബ്രെയിൻ ഓപ്ഷൻ ഉണ്ട്. ഓൾ ഓഫ് ദി അബോവ് ഉണ്ട്. ഈ എല്ലാ പക്ഷെ അത് അല്ല, ബ്രെയിൻ എന്നാണ് ആൻസർ കാണിക്കുന്നത്. ആണോ? ബ്രെയിനാണോ ടിക്ക് വന്നിരുന്നത്? അങ്ങനെയാണോ? ബ്രെയിൻ ആൻസർ കാണിക്കുന്നത്. ഞങ്ങൾ ഓൾ ഓഫ് ദി എബവ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് വരുന്നത്. ബാക്കി ഓൾ ഓഫ് ദി അബോവ് കൊടുത്തിട്ടുണ്ടോ? അത് ചിലപ്പോ ഒരു അയച്ചപ്പോ അങ്ങനെ മിസ്റ്റേക്ക് ആയി. അങ്ങനെ മിസ്റ്റേക്ക് ആണ് നിങ്ങൾ കിട്ടിക്കോളാം. പറയണം, കംപ്ലൈന്റ് പറയണം. ഓൾ ഓഫ് നിങ്ങൾക്കറിയാലോ ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആണെന്ന്. അറിയാം മിസ്. Second chapter, Unit 2, Physical and Motor Development. PDF കാണുന്നില്ലേ? ആർക്കും കാണുന്നില്ലേ? കാണുന്നുണ്ട്. കാണുന്നില്ല മാം. റേഞ്ച് ഉള്ളടത്തിരിക്കും കേട്ടോ. അപ്പൊ കിട്ടോ. ഏത് മൊഡ്യൂളാ മാം? ഫസ്റ്റ് അല്ലേ? ഫസ്റ്റ് മൊഡ്യൂള്. Okay, physical and motor development. എന്താണ് ഫിസിക്കൽ ആൻഡ് മോട്ടോ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് മോട്ടോ ഡെവലപ്മെന്റ്?
മോട്ടോർ. അറിയില്ല മിസ്. വാഹനം നമ്മള് കാണാൻ അതെ. പറ്റുമോ? ഒരു സെക്കൻഡ്, PDF ഒന്ന് ശരിയാക്കട്ടെ. നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസും PDF മാത്രം പഠിച്ചു വയ്ക്കുക കേട്ടോ. എക്സ്ട്രാ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. അതിൽ നിന്നൊക്കെ വരുള്ളൂ ക്വസ്റ്റ്യൻസ്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. Yes, movement of body parts. ശരി. Physical development is referred to a process which brings progressive changes in the external as well as internal body organs of an individual in order. മാഡം എന്താണ് PDF കാണുന്നില്ല. കാണുന്നില്ല? ആർക്കും കാണുന്നില്ലേ? കാണാം മാം. കാണുന്നില്ല. ഇല്ല, ആർക്കും കാണുന്നില്ല. കാണുന്നുണ്ട് മാം. കാണുന്നില്ല മാം. കാണാം മിസ്. കുറച്ച് പേർക്ക് കാണാം, കുറച്ച് പേർക്ക് കാണാൻ പറ്റില്ല. നിങ്ങളുടെ കയ്യിൽ PDF ഇല്ലേ? അല്ല, ടെക്സ്റ്റ് ഇല്ലേ നിങ്ങളുടെ കയ്യിൽ? കാണുന്നുണ്ട് മിസ്. Okay. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. And to enhance their capacity to function, normally the physical changes occurs in following dimensions. അപ്പൊ എന്താണ് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല്? ശാരീരികമായി ബന്ധപ്പെട്ട ചലനങ്ങൾ അല്ലെ, ഡെവലപ്മെന്റ്സ്, ശാരീരിക വികസനങ്ങൾ എന്തൊക്കെയാണ് അല്ലെ? ഒരു വ്യക്തിയുടെ എന്താണ് പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ട്, ഒരു വ്യക്തിയുടെ പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ബാഹ്യവും ആന്തരവുമായിട്ടുള്ള, അതായത് എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടുള്ള ശരീരാവയവങ്ങളില് പുരോഗമനപരമായ മാറ്റങ്ങൾ വരുന്ന പ്രക്രിയയാണ് നമ്മള് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു വ്യക്തിയുടെ അല്ലെ, ഒരു പേഴ്സന്റെ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ അല്ലെ, എല്ലാ ആക്ടിവിറ്റീസിന്റെയും ശേഷി, ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് അല്ലെ, അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ്റ്റേണലി ആയിട്ടും ഇന്റേണൽ ആയിട്ട്, അതായത് ആന്തരികമായിട്ടും ബാഹ്യവുമായിട്ടുള്ള ശരീരാവയവങ്ങളില് എന്താണ് ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നു അല്ലെ. അത്തരത്തിലുള്ള പ്രക്രിയയാണ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഡെവലപ്മെന്റ്. നമ്മുടെ ശരീരാവയവങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസില് ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ആക്ടിവിറ്റീസുകൾ ഓരോ ഏജസിലും ഒരേപോലെയാണോ നിലനിൽക്കുന്നത്? അല്ല. അല്ല, നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മുടെ ആക്ടിവിറ്റീസില് അതായത് ശാരീരിക ചലനങ്ങളിലെ ഒരുപാട് വ്യത്യാസങ്ങൾ, ഡെവലപ്മെന്റ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾക്ക് ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടുള്ള ബോഡി ഓർഗൻസ് നമ്മൾ അതിന് സഹായിക്കുന്നുണ്ട്. ഓരോ ഇൻഡിവിജ്വൽസിന്റെയും അല്ലെ, ഓരോ വ്യക്തിയുടെയും ആന്തരിക ചലനങ്ങള് വ്യത്യസ്തമാണ്. ഫിസിക്കലി ചലനങ്ങൾ എല്ലാവരുടെയും ഡെവലപ്മെന്റ്സ് വ്യത്യസ്തമാണ്. ഓക്കെ, നോർമലി ഇത് ഫിസിക്കൽ ചേഞ്ചസ് എങ്ങനെയാണ് ഒരു നമ്മുടെ ശാരീരികമായിട്ട് നമുക്ക് എത്തരത്തിലുള്ള ചലനങ്ങൾ, എത്തരത്തിലുള്ള ചേഞ്ചസ് ആണ് പ്രധാനമായും വരുന്നത്? അവിടെ കൊടുത്തിട്ടുണ്ട് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. അതായത് ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ സവിശേഷതകൾ എന്തെല്ലാം, എന്തൊക്കെ ക്യാരക്ടേഴ്സ് ആണ്, ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ശാരീരിക വികസനത്തിന് ഉള്ളത്, ഫിസിക്കൽ ഡെവലപ്മെന്റ്സിനുള്ളത്? നോക്കാം.
Yes, ma'am. Okay. First, എന്താണ്? അഭ്യാം നോക്കിയല്ലോ. ഭയങ്കര ശബ്ദം. Physical development is very swift during infancy, 0 to 2 years. Physical development is very swift during infancy, 0 to 2 years. എന്താണ് ഫസ്റ്റത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് പറയുന്നത്? ശരീര വളർച്ച മാറുന്ന അതായത് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഏകദേശം 0 to 2 വയസ്സ് വരെ എന്താണ് സ്വിഫ്റ്റ് ഡ്യൂറിംഗ് ഇൻഫാൻസി എന്ന് പറഞ്ഞാൽ വേഗത്തിലാണ് ഒരു വളർച്ച ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നത്. 0 to 2 years വരെ ശാരീരിക വികസനം പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെ, കുഞ്ഞ് വളരുന്നത് ജനിച്ചു മുതൽ 2 വയസ്സ് വരെ അവന്റെ ശാരീരിക വികാസങ്ങൾ അല്ലെ ഫിസിക്കൽ ആയിട്ടുള്ള അവന്റെ അവയവങ്ങൾ എക്സ്റ്റേണൽ ഓർഗൻസ് ഇന്റേണൽ ഓർഗൻസ് ഒക്കെ എന്താണ് സ്വിഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്തു. സ്വിഫ്റ്റ് എന്താണ്? വെരി സ്വിഫ്റ്റ് എന്ന് വെച്ചാൽ വേഗത്തില് വളരുന്നു, വേഗത്തില് വികസിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏത് ഏജസില്? 2 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ 2 വയസ്സ് വരെയുള്ള പീരീഡില് വെരി സ്വിഫ്റ്റ് ആയിട്ടുള്ളൊരു ചേഞ്ചസ് ആണ്, ഡെവലപ്മെന്റ്സ് ആണ് ഉണ്ടാകുന്നത്. അതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. Second, period of pre-childhood. Period of pre-childhood. അത് ഏത് കാലഘട്ടം വരെയാണ്? 3 to 6 years വരെ. നമ്മള് സ്റ്റേജ് ഡെവലപ്മെന്റ് സ്റ്റേജസ് കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് നോട്ട്സുകൾ തന്നിരുന്നില്ലേ? ചൈൽഡ്ഹുഡ് ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറഞ്ഞ ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണെന്ന് പറഞ്ഞായിരുന്നു. Period of pre-childhood 3 to 6 years വരെയുള്ള കാലയളവില് is the period of fixation, that is what is attained in infancy and stabilized. ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? വളർച്ചയില് പെട്ടെന്ന് ഈ ഒരു പീരീഡ് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ഒരു പീരീഡിൽ എന്താണ് ഫിക്സേഷൻ വരുന്നത്. അതായത് ശാരീരിക വളർച്ചയില് സ്ഥിരത കൈവരിക്കുന്ന ഒരു കാലഘട്ടമാണ് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അതായത് ആ ഒരു പീരീഡിൽ എന്താണ് ശാരീരിക വളർച്ച, ആ പീരീഡിലെ ശാരീരിക വളർച്ച ഫിക്സ്ഡ് ആയിട്ട് തന്നെ പോകുന്നത്, സ്ഥിരമായിട്ട് തന്നെ ഒരു പോകുന്ന അവസ്ഥയാണ്. അതായത് ശൈശവത്തിൽ തന്നെ പ്രീ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശൈശവ കാലഘട്ടം അല്ലെ. 3 to 6 years വരെ എന്താണ് കുഞ്ഞ് വളർച്ചയിൽ അവരുടെ പീരീഡിൽ എന്താണ് സ്ഥിരത കൈവരിക്കുന്ന ഒരു കാലഘട്ടം. ഓക്കെ. സ്റ്റെബിലൈസ്ഡ് ആവുന്ന ഒരു കാലഘട്ടമാണ് പീരീഡ് ഓഫ് പ്രീ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ്, മിഡിൽ ചൈൽഡ്ഹുഡ്. മധ്യകാലത്തിൽ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ്? ഷോ 7 to 9 years show again period of growth and development. But the rate of growth is low and comparison to infancy. ഇനി മധ്യകാലത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് വരുന്നത്? മധ്യകാലത്തില് എന്താണ്? മധ്യബാല്യകാലത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങളാണ്? സ്റ്റേജിന്റെ അത്ര വളർച്ച ഉണ്ടാവൂല, അത്ര ഇതായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവൂല, ലോ ലെവലിലായിരിക്കും വളരുന്നത് ആസ് കമ്പയർഡ് ടു ഇൻഫൻസി. അതായത് നമ്മുടെ ഇൻഫാൻസി ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളർച്ചാ നിരക്ക് അവിടെ കുറവാണ്, അവിടെ വളരുന്നില്ല അല്ലെ. അതായത് മധ്യകാലം എന്താണ്? വളർച്ചയും വികാസത്തിന്റെ ഒരു കാലഘട്ടത്തെയാണ് കാണിക്കുന്നത്. 7 വയസ്സ് മുതൽ 9 വയസ്സുള്ള കാലഘട്ടത്തെയാണ് നമ്മള് മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഏത് രീതിയിലുള്ള ഗ്രോത്ത് ആണ് കാണിക്കുന്നത്? ഷോ എ പീരീഡ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ബട്ട് ദ റേറ്റ് ഓഫ്. ആ ഒരു പീരീഡിൽ ഗ്രോത്തും ഡെവലപ്മെന്റും ഉണ്ടാകുന്നുണ്ടോ? ഉണ്ട്, പക്ഷെ ചെറിയ രീതിയിലാണ്, മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. But the rate of growth is low in comparison to infancy. എന്നാൽ ശൈശവമായിട്ട്, അതായത്
പ്രീ ചൈൽഡ്ഹുഡുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളർച്ചാ നിരക്ക് അവിടെ ഗ്രോത്തിന്റെ നിരക്ക് വളരെ റേറ്റ് കുറവാണെന്നാണ് പറയുന്നത്. ഓക്കെ, ലേറ്റർ ചൈൽഡ്ഹുഡ് ആവുമ്പോഴോ, ലേറ്റർ ചൈൽഡ്ഹുഡില് അതായത് 10 to 13 years, അത് 10 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം, അതാണ് നമ്മുടെ ലേറ്റർ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. Is again a period of fixation. അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട് ഫിസിക്കൽ ചേഞ്ച് വളർച്ചയിൽ? Again a period of fixation. ഒരു ഫിക്സേഷൻ ഉണ്ട്, അവിടെ സ്ഥിരത കൈവരിക്കുന്നു. ശാരീരിക വളർച്ചയിൽ ഒരു ഫിക്സേഷൻ, സ്ഥിരത കൈവരിക്കുന്ന ഒരു കാലഘട്ടമാണ് ലേറ്റർ ചൈൽഡ്ഹുഡ് എന്ന പീരീഡ്. 10 വയസ്സ് മുതൽ 13 വയസ്സുള്ള ഒരു കാലഘട്ടം. അടുത്ത സ്റ്റേജ് വരുമ്പോൾ നോക്കിയേ, the first 3 years of adolescence, അതായത് early adolescence are marked as the years of rapid growth and development. അഡോളസെന്റ് കാലഘട്ടം ആവുമ്പോൾ, അതായത് അഡോളസെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൗമാര കാലഘട്ടം അല്ലേ? കൗമാര കാലഘട്ടം ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫസ്റ്റ് 3 years of adolescence കേട്ടോ, ഫസ്റ്റ് 3 years of adolescence കാലഘട്ടത്തില് എന്തൊക്കെയാണ്, എന്തൊക്കെ റാപ്പിഡ് ചേഞ്ചസ് ആണ് വരുന്നത്? ഗ്രോത്ത് ഡെവലപ്മെന്റ് ഉണ്ടാവും. മനസ്സിലായില്ല? വോയിസിലൊക്കെ ചേഞ്ച് വരും. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ടാവും. നിങ്ങൾ പറയുന്നത് സൗണ്ട് ഉണ്ട്, കേൾക്കുന്നില്ല? ക്ലിയർ അല്ല, എക്കോ ആണ് കേൾക്കുന്നത്. എക്കോ ആണോ? പറഞ്ഞേ. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ടാവും. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് റാപ്പിഡ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. റാപ്പിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാലഘട്ടത്തിലാവുമ്പോ ഫിസിക്കലി ചേഞ്ചസ് നമുക്കറിയാം. ഫിസിക്കലി ഒരു 13-14 വയസ്സുള്ള കാലഘട്ടത്തില് എന്താണ്, കൗമാര കാലഘട്ടത്തിൽ എത്തുമ്പോൾ ശാരീരിക വളർച്ചയിൽ എന്തെല്ലാം സംഭവിക്കുന്നുണ്ട്? ഹൈറ്റ് വ്യത്യാസം വരും, സൗണ്ടിന് വേരിയേഷൻ വരും, സൗണ്ട് വേരിയേഷൻസ് ഉണ്ടാകുന്നു. എന്താണ് പിന്നെന്താണ്? സ്വഭാവ വ്യത്യാസങ്ങൾ വരും. എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ച്, മെന്റലി ബിഹേവിയർ ചേഞ്ചസുകൾ കാണിക്കുന്നു. പിന്നെ ഡൗട്ട് ഉണ്ടാവുന്ന കാലഘട്ടം, എല്ലാം അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. പിന്നെന്താ ക്യൂരിയോസിറ്റി, അങ്ങനെ കൊടുക്കുക. ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ഒക്കെ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് എന്ത്, അഡോളസെന്റ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, പെട്ടെന്നുള്ള ഗ്രോത്ത് ആണ് അവിടെ ഉണ്ടാവുക അല്ലെ? പെട്ടെന്നുള്ള ഗ്രോത്തും ഡെവലപ്മെന്റും പെട്ടെന്ന് തന്നെ സംഭവിക്കുന്ന ഒരു പീരീഡാണ് എന്ത്, ആ ഒരു അഡോളസെൻസ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിസിക്കലി മെന്റലിയും ചേഞ്ചസ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അഡോളസെന്റ് പീരീഡ് എന്ന് പറയുന്നത്. അഡോളസെന്റ് പീരീഡ് ഏത് മുതൽ ഏത് വയസ്സ് വരെയാണ്? അവിടെ കൊടുത്തിട്ടില്ല. ഏത് വയസ്സ് മുതൽ? 14 to 18 ആണ്. 13 to 19. 13 to 19. ഓക്കെ, 13 വയസ്സ് മുതൽ 19 വയസ്സിന്റെ കാലഘട്ടമാണ് നമ്മൾ അഡോളസെൻസ് പീരീഡ് ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഫസ്റ്റ് 3 years of adolescence. എന്താ പറയുന്നത്? ഫസ്റ്റ് 3 years of adolescence എന്ന് പറഞ്ഞാൽ 13-14 ആണോ? കൗമാരത്തിന്റെ ആദ്യ 3 വർഷം, 16 വയസ്സ് വരെ റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. ഇത് ശാരീരികമായിട്ടും മാനസികമായിട്ടും അഡോളസെൻസ് പീരീഡിലാണ് ഗ്രോത്തും ഡെവലപ്മെന്റ്സും പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നത്. ഓക്കെ, അത് ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആ ഒരു പീരീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഫിസിക്കൽ ഗ്രോത്ത് by when maturity is attained. എന്താണ് ഫിസിക്കൽ ഗ്രോത്ത്? പ്രോസസ് ആണോ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നത്? അവിടെ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണോന്ന് അറിയില്ല. മെച്യൂരിറ്റി ഈസ് അറ്റൈൻഡ് എന്താണ് പറയുന്നത്? ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്?
മെച്യൂരിറ്റി അറ്റൈൻ. ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ടാവുന്ന സമയത്ത് നമ്മള് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യും, പക്വത പ്രാപിക്കുന്നു. ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ടാവുന്നതിനോടൊപ്പം തന്നെ എന്താണ്, പക്വത പ്രാപിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഒന്നുകൂടി നോക്കിയേ, എന്താണ് ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? എന്താണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല്? ഫിസിക്കൽ ഡെവലപ്മെന്റ് ശാരീരിക വളർച്ച, ശാരീരികമായ വികസനങ്ങൾ, ചലനങ്ങൾ. ശാരീരികമായ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പ്രോസസ് which brings progressive changes in ഒരു വ്യക്തിയുടെ എക്സ്റ്റേണലും ഇന്റേണലും ആയിട്ടുള്ള പ്രോഗ്രസീവ്. എന്തിലുണ്ടാവുന്നു? എക്സ്റ്റേണൽ പ്രോഗ്രസ് എന്തിലുണ്ടാവുന്നു? ബോഡി ഓർഗൻസ്. ബോഡി ഓർഗൻസിൽ ഫിസിക്കലി ആയിട്ടാണ് എക്സ്റ്റേണൽ ഓർഗനും ഇന്റേണൽ ഓർഗൻസുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈം. ഓക്കെ, അതിനെയാണ് നമ്മുടെ എക്സ്റ്റേണൽ ഓർഗൻസും ഇന്റേണൽ ഓർഗൻസും ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പീരീഡാണ് എന്ത് ഫിസിക്കലി ഡെവലപ്മെന്റ്സുകൾ ഉണ്ടാവുന്നത്, ശാരീരിക വളർച്ച സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു ഫിസിക്കൽ ഡെവലപ്മെന്റിനുള്ളത്? ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്? ഓരോ പോയിന്റുകളൊക്കെ പറഞ്ഞേ. ഫിസിക്കൽ ഡെവലപ്മെന്റ് ഈസ് വെരി ഷിഫ്റ്റ് ഡ്യൂറിങ് ഇൻഫൻസി പീരീഡില് ഫിസിക്കൽ ഡെവലപ്മെന്റ് ത്വതഗതിയിൽ അല്ലെ സ്പീഡിന്ന് പറയൂലേ, എന്തൊരു സാധനം, വേഗത്തില് ദ്രുതഗതിയിലുള്ള വളർച്ച. ദ്രുതഗതിയിൽ അല്ലെങ്കിൽ വേഗത്തില് ഉള്ള വളർച്ച ഉണ്ടാകുന്നു. ഓക്കെ, ഏത് കാലഘട്ടത്തില്? 2 years. സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? പ്രീ ചൈൽഡ്ഹുഡില് ശാരീരിക വളർച്ച സ്ഥിരത കൈവരിക്കുന്നുണ്ട്. ഏത് കാലയളവിലാണ്? 3 to 6 years. 3 to 6 years. നെക്സ്റ്റ് മിഡിൽ ചൈൽഡ്ഹുഡിൽ എന്താണ്? ഫിസിക്കൽ ചേഞ്ച് ഇൻഫാൻസിയുമായി താരതമ്യം വളർച്ച നിരക്ക് കുറവാണ്. മാത്രം. അതുകൂടി പറഞ്ഞേ. മിഡിൽ ചൈൽഡ്ഹുഡില് ഇവിടെ വേഗത കുറയുന്നു. താരതമ്യം ചെയ്യുമ്പോൾ ചെറിയ രീതിയിലുള്ള വളർച്ച മാത്രം. ചെറിയ രീതിയിലുള്ള വളർച്ച മാത്രമേ മറ്റേ ഇൻഫാൻസി പീരീഡ് ആയിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ കാണുന്നു. 7 വയസ്സ് മുതൽ 9 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ. ഓക്കെ, ലേറ്റർ ചൈൽഡ്ഹുഡിലോ? ശാരീരിക വളർച്ചയിൽ സ്ഥിരത കൈവരിക്കുന്നു. ലേറ്റർ ചൈൽഡ്ഹുഡില് 10 വയസ്സ് മുതൽ 13 വയസ്സ് വരെയാണ് ശാരീരിക വളർച്ചയിൽ സ്ഥിരത കൈവരിക്കുന്ന ഒരു ടൈമാണ്. നെക്സ്റ്റ് First 3 years of adolescence, early adolescence are marked as the years of rapid growth and development. അത് പെട്ടെന്നുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവുക. കൗമാര കാലഘട്ടമാണ്. അതെ, ദ്രുതഗതിയിൽ ആദ്യത്തെ 33 years അഡോളസൻസ് ഫിസിക്കലി മെന്റലി ചേഞ്ചസ് ഉണ്ടാകുന്നു. ഓക്കെ, ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താ പറയുന്നത്? ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ പക്വത ഉണ്ടാവുന്നു. ഫിസിക്കൽ ഗ്രോത്ത് കോഴ്സ് മെച്യൂരിറ്റി ഉണ്ടാവും. ഒരാള് പറഞ്ഞേ, ഭയങ്കര എക്കോ, ഒന്നും ക്ലിക്ക് അടിക്കുന്നില്ല. ഒരാള് പറയട്ടോ, ലാസ്റ്റ് പോയിന്റ്. ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ മെച്യൂരിറ്റി ഡെവലപ്മെന്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഫിസിക്കൽ ഗ്രോത്ത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ആളുകളുടെ പ്രായത്തിനനുസരിച്ചുള്ള വെയിറ്റ് അനുസരിച്ച്. യെസ്, അതായത് ഫിസിക്കൽ ഗ്രോത്ത് ഈസ് കാൽക്കുലേറ്റഡ് ബൈ മെഷറിംഗ് ഹൈറ്റ് ആൻഡ് വെയിറ്റ് റെഗുലർ ഇന്റർവെൽസ്. അല്ലേ? അതായത് കൃത്യമായിട്ടുള്ള ഇടവേളകളിലെ ഹൈറ്റ്സും വെയിറ്റ്സും കൂടി ചേർത്താണ്
എന്ത് കണക്കാക്കുന്നത്? ഫിസിക്കൽ ഗ്രോത്ത്, ശാരീരിക വളർച്ച കണക്കാക്കുന്നത്. The average height of a 3 years old is 96 centimeter and his weight is 30 kilogram. Okay, വെയിറ്റും ഹൈറ്റും കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് എന്ത് കണക്കാക്കുന്നത്? ഫിസിക്കൽ ഗ്രോത്ത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ ഓക്കെ, ഇവിടെ ഒരു ടേബിള് കൊടുത്തിരിക്കുന്നത് കണ്ടോ? ടേബിള് കണ്ടു. ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? സ്റ്റാൻഡേർഡ് ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഓഫ് ഹെൽത്തി പ്രീ സ്കൂൾ ചിൽഡ്രൻ അല്ലേ? ഒരു ഹെൽത്തി ആയിട്ടൊരു പ്രീ സ്കൂൾ ചിൽഡ്രന്റെ ആ ഒരു ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് കുട്ടികളുടെ. ഓക്കെ, അത് നിങ്ങൾ പറഞ്ഞേ, എന്താണ് പറഞ്ഞിരിക്കുന്നത് അവിടെ? ഒന്ന് നോക്കിയവരാ, മനസ്സുകൊണ്ടൊന്ന് വിശകലനം ചെയ്ത് നോക്കിയേ. മിസ്സേ, റേഞ്ചിന്റെ ഇഷ്യൂ കൊണ്ടാണോന്ന് അറിയില്ല, സ്ക്രീന് ഷെയർ ചെയ്തിരുന്നത് കാണണേ ഇല്ല. എനിക്കും PDF കാണാനേ പറ്റുന്നില്ല മിസ്. ടെക്സ്റ്റ് കിട്ടിയില്ലായിരുന്നു. ഞാനിങ്ങനെ നോട്ട് കാണാൻ പറ്റുന്നുണ്ട്, കാണാൻ ചില പറ്റുന്നുണ്ട്. കുട്ടികൾ പറയുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന്, പക്ഷെ ചിലവർക്ക് കാണുന്നില്ല. എന്നും കാണലുണ്ട്. നിങ്ങള് കയ്യില് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോന്നുണ്ടേ? ഇല്ല, ലെക്ചർ നോട്ട് എഴുതണം, സ്ക്രീന് പുസ്തകം ചെറുതായിട്ടാണ് വാങ്ങിയിട്ടില്ല. കാണുന്നത്. എന്താ ചെയ്യാ? നിങ്ങൾക്ക് റേഞ്ചിന്റെ പ്രശ്നം കൊണ്ടാണോന്ന് അറിയില്ല കാണാത്തത്. എന്നും കാണലുണ്ട്, അങ്ങനെ എഴുതി വെക്കലാണ്. അല്ല മിസ്സേ, എന്നും വലിയ സ്ക്രീനിലാണ് നമ്മളെ നോട്ട്സ് കാണുന്നത്, ഇന്ന് ചെറിയ സ്ക്രീനിലാണ് കാണുന്നത്, ചിലപ്പോ അതുകൊണ്ടായിരിക്കും. എടാ ഞങ്ങൾക്ക് അങ്ങനെ പോലും കാണുന്നില്ലടാ. മിസ്സിന്റെ വീഡിയോയും അതന്നെ, സ്ക്രീനും ചെറിയ രണ്ടും രീതിയിലും രണ്ടായിട്ടാണ് കാണുന്നത്. ചെറിയ സ്ക്രീൻ കാണുന്നില്ല. അത് വീഡിയോയും സ്ക്രീനും രണ്ടായിട്ടാ കാണുന്നത്. ഫുൾ സ്ക്രീൻ ഓപ്ഷൻ മതി. മിസ് പിൻ ചെയ്താ വെച്ചേക്കുന്നത്. ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ മിസ്. PDF ആ ചെറിയ സ്ക്രീനിൽ കാണുന്നില്ല. അവിടെ 3 കുത്തുകൾ ഉണ്ടോ? അതേ ടച്ച് ചെയ്യുമ്പം അവിടെ കുറെ വരും, അപ്പം ഫുൾ സ്ക്രീൻ കാണിക്കും. അതിൽ ടച്ച് ചെയ്താൽ വലിയ സ്ക്രീനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എനിക്കും അങ്ങനെയായിരുന്നു. കാണാമോ? ഇപ്പൊ കാണുന്നുണ്ട്. ഓക്കെ, വലുതായിട്ട് കാണാലോ? മിസ്സിനെ കാണാമോ? മിസ്സിനെ കാണാൻ പറ്റുന്നില്ല. കാണാം, മിസ്സിനെ കാണാലോ? ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ, അതായത് ഹെൽത്തി ഹൈറ്റും വെയിറ്റും ഹെൽത്തി ആയിട്ട് ഒരു കുട്ടിയുടെ പ്രീ സ്കൂൾ ചിൽഡ്രന്റെ ഒരു ചാർട്ടാണ്, സ്റ്റാൻഡേർഡ് ചാർട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതൊന്ന് വായിച്ചു നോക്കിയേ. Height and weight difference from child to child. The sense of pride also increases deeply in the preschool by the parents carrying the ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നുള്ളൂ കേട്ടോ. എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഹൈറ്റ് ആൻഡ് വെയിറ്റ് മറ്റു റെഗുലർ ഇന്റർവെൽസിലാണ്, കൃത്യമായ ഇടവേളകളിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, the gain in height and weight differs എന്നാണ് നിങ്ങളുടെ കിടക്കുന്നത്. differs അതെ മിസ്സേ,
differs from difference എന്നാണോ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നാലും എനിക്കറിയില്ല. From child to child, the size of the brain also increases steadily in the preschool years. ഒരു കുഞ്ഞിന്റെ ബ്രെയിനിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നത് ഏത് പീരീഡിലാണെന്നാണ് പറയുന്നത്? പ്രീ സ്കൂൾ ഇയർ. പ്രീ സ്കൂൾ പീരീഡിലാണ് സ്റ്റഡിലി ആവുന്നത് അല്ലെ? അത് ഇംപ്രൂവ് ചെയ്യുന്നത്, ബ്രെയിനിന്റെ സൈസ് വലിപ്പം വെക്കുന്നത് ആ ഒരു പീരീഡിലാണെന്നാണ് പറയുന്നത്. By the time a child is 6 years old, ആ ഒരു ടൈമിൽ കുഞ്ഞിന് എത്ര വയസ്സാണ്? 6 വയസ്സ്. 6 വയസ്സ്. The weight of his brain is 90% of that of the brain of an adult. എന്താണ്? അതായത് കുഞ്ഞിന്റെ ഉയരത്തിലും ഭാരത്തിലും, ഫസ്റ്റ് പോയിന്റ് കൂടി നോക്കിയേ, കുഞ്ഞിന്റെ ഉയരത്തിലും ഭാരത്തിലുമുള്ള വർധനവ് ഓരോ കുട്ടിക്കും വ്യക്തമായിട്ടുള്ള വർഷങ്ങളില്, അതായത് ഓരോ വർഷങ്ങളിൽ ഇങ്ങനെ കൂടി കൂടി വരും അല്ലെ? ഓരോ വെയിറ്റ് തന്നെ താഴത്തേക്കൊന്നും പോകില്ല, നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനോടൊപ്പം തന്നെ എന്താണ്, തലച്ചോറിന്റെ വലിപ്പവും അല്ലെ, തലച്ചോറിന്റെ ബ്രെയിനിന്റെ സൈസിന് എന്താണ് ഡെവലപ്മെന്റ്സ് വരുന്നുണ്ടല്ലേ, സൈസ് വലുതാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു കുട്ടി 6 വയസ്സാകുമ്പോൾ അവന്റെ തലച്ചോറിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ എത്രയാണ്? തലച്ചോറിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 90% ആണ് അല്ലെ? 90% ആണ്. ഓഫ് ദാറ്റ് the brain and adults muscles and adult, അതായത് മുതിർന്നവരുടെ തലച്ചോറിന്റെ 90% ആയിരിക്കും 6 വയസ്സുള്ള ഒരു കുട്ടിയുടെ ബ്രെയിനിന്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, muscles also become thicker and stronger. പിന്നീട് എന്താണ്, മസിൽസ് thicker ആവുകയും ചെയ്യുന്നു, stronger ആവുകയും ചെയ്യുന്നു. By 4 years of age, children acquire toilet and control at night. ഇനി അങ്ങനെ അതില് അവരുടെ മസിൽസ് തിക്കറും സ്ട്രോങ്ങർ ആവുന്ന സമയത്ത്, ഒരു 4 വയസ്സാവുന്ന ടൈമില് ആ കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? Okay. By 4 years of age, children acquire toilet and control at night. എന്താണ് പറയുന്നത്? രാത്രി കിടക്കുമ്പോഴത്തേക്ക് ബാത്റൂമിൽ പോകുന്നത് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്. എണീച്ച് മൂത്രമൊഴിക്കാനുള്ള കഴിവെല്ലാം വരുന്നു. അത് ഏതൊരു ടൈമിലാണ് ഉണ്ടാവുന്നത്? 4 വയസ്സ്. 4 years. 4 years ആവുന്ന ഒരു ടൈമില്. ഓക്കെ, then parents can use activities like playing with blocks, puzzles, sorting buttons or beads, cutting along a straight line using blunt scissors, paper tearing, coloring and paper folding to enhance the fine motor coordination of young children. അതായത് നമ്മുടെ കുട്ടികളുടെ മോട്ടോർ ഫങ്ഷൻസ്, അതായത് അവരുടെ കായികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ചലനങ്ങള് ഡെവലപ്പ് ചെയ്യുന്നതിന് പാരന്റ്സ് എത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകളാണ് കൊടുക്കേണ്ടത്? ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ്? പ്ലേയിങ് വിത്ത് ബ്ലോക്സ്. ബ്ലോക്ക് അറിയാലോ, ബ്ലോക്സ് കണ്ടിട്ടില്ലേ നിങ്ങൾ? ബ്ലോക്ക്, ബിൽഡിംഗ് ബ്ലോക്സുകൾ കുട്ടികൾ കണക്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അവർക്ക് വാങ്ങിച്ചു കൊടുക്കാറില്ലേ? കണ്ടിട്ടുണ്ട്. കൈകളിലേക്ക് മസിൽസുകളിലെ ഡെവലപ്മെന്റ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ബ്രെയിൻ ഡെവലപ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. പസിൽസുകൾ അല്ലെ, പദപ്രശ്നങ്ങള്, പസിൽസുകള് കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള പസിൽസുകള് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോർട്ടിംഗ് ബട്ടൺസ് ഓഫ് ബീഡ്സ്. സോർട്ടിംഗ് ബട്ടൺസ് ഓഫ് ബീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുത്തുകളൊക്കെ കോർക്കാനുള്ള, കുത്തുകൾ കോർക്കാനുള്ള, ബട്ടൺസ് സോർട്ട് ചെയ്യാനായിട്ട് അങ്ങനത്തെ ആക്ടിവിറ്റീസ് കൊടുക്കുക. കോൺസെൻട്രേഷനും അതുപോലെ തന്നെ എന്താണ് ഫിംഗർ ഡെവലപ്മെന്റ്സ് ഒക്കെ നടക്കുന്ന ഒരു ടൈമാണ്. മസിൽസിനൊക്കെ എന്താണ് ഒരു ഡെവലപ്മെന്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റി ആണ് അതൊക്കെ. സോഫ്റ്റ് ബട്ടൺസ് ഓർ ബീഡ്സ് എന്ന് പറയും. കട്ടിംഗ് along a straight line using blunt scissors. എന്താണ്? മൂർച്ച കൂടിയിട്ടുള്ള സിസേഴ്സ് ഉപയോഗിച്ച് എന്ത് കൊടുക്കുന്നു എന്ന് പറയുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് മൂർച്ച കൂടിയ കത്രികൾ കൊടുക്കുന്നത്? സ്ട്രൈറ്റില് കട്ട് ചെയ്യാന്, സ്ട്രേറ്റ്ലി കട്ട് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നത് അല്ലെ? അതൊരു ആക്ടിവിറ്റി ആണ് അല്ലെ? അവരുടെ മോട്ടോർ ഡെവലപ്മെന്റിന് വേണ്ടി കൊടുക്കുന്ന ആക്ടിവിറ്റി ആണ്. അപ്പൊ
കോൺസ്ട്രക്ട് ചെയ്ത് കൃത്യമായ ലൈൻസിൽ കൂടി അവർ കട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതിനാൽ അവർ പരിശീലിക്കപ്പെടുന്നു. പേപ്പർ ടിയറിംഗ് എന്താണ്? പേപ്പർ കീറുക, പേപ്പർ പീസ് ആക്കിയിട്ടുള്ള മറ്റേ ചുരുട്ടുന്നതിനല്ലേ പറയുന്നത്? പേപ്പേഴ്സ് ചുരുട്ടി, അതായത് പേപ്പേഴ്സ് കൊണ്ടുള്ള ആക്ടിവിറ്റീസ്. ഒരു പേപ്പർ ഉപയോഗിച്ച് കുട്ടികൾ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്? എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും പേപ്പേഴ്സ് ഉപയോഗിച്ചിട്ട്? ബോട്ട്, പിന്നെ അങ്ങനെയുള്ള ഷേപ്സ് ഉണ്ടാക്കാം, ഷേപ്സ് ഉണ്ടാക്കാം, പിന്നെന്താണ് ടോയ്സ് ഉണ്ടാക്കാം, ബോള്, ഫ്ലവർ. ഓക്കെ. അങ്ങനെ പേപ്പർ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും കുട്ടികൾക്ക് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാൻ. ഒരു പേപ്പർ ഉപയോഗിച്ച് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും അത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ കൂടി അവരെന്തിനാണ് അവരുടെ മോട്ടോർ ഡെവലപ്മെന്റ്സ് ഉണ്ടാവാനുള്ള ആക്ടിവിറ്റി ആണത്. കളറിംഗ് ആൻഡ് പേപ്പർ ഫോൾഡിംഗ് ടു എൻഹാൻസ് ദ ഫൈൻ മോട്ടോർ കോർഡിനേഷൻ. എന്താണ് കളറിംഗ്? നിറം നൽകാൻ, ഓരോ ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും ഷേപ്സിനും ഒക്കെ കളറിങ്. പല ഷേപ്സിൽ ക്രയോൺസ്, പെൻസിൽസ്, വാട്ടർ കളർ അല്ലെ, അങ്ങനെ പലതരത്തിലുള്ള ആക്രിലിക് പെയിന്റ്, അങ്ങനെ പലതരത്തിലുള്ള പെയിന്റ്സുകൾ ഇപ്പൊ അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ട് പിക്ചേഴ്സ് കൊടുക്കുക. കളേഴ്സുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കളറിങ്ങില് എന്താണ് നമ്മുടെ ലീഫ് ഒക്കെ ഉപയോഗിച്ച് ലീഫിൽ കളർ ചെയ്തിട്ട് എന്താണ് പേപ്പറിൽ ഒട്ടിച്ചിട്ട് എന്താണ് ബട്ടർഫ്ലൈസിനെ ഒക്കെ ഉണ്ടാക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അല്ലെ, കണ്ടിട്ടുണ്ടോ? കളറിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കളറേക്ക് കൊടുക്കുകയല്ല, ഇങ്ങനെ കളറിംഗിൽ തന്നെ ഒരുപാട് മെത്തേഡ്സുകൾ വരുന്നുണ്ട്. ഓക്കെ. നമ്മുടെ ഫിംഗർ വെച്ചതിന് ശേഷം ഫിംഗർ വെച്ച് വരച്ചിട്ട് കളർ ചെയ്യുന്നത്, അതൊക്കെ ഒരു ആക്ടിവിറ്റിയാണ്. ഇത്തരം ആക്ടിവിറ്റി കൂടി ഒരു കുഞ്ഞിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്? അവരുടെ ഫൈൻ മോട്ടോർ കോർഡിനേഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന ലെവൽ മോട്ടോർ ആക്ടിവിറ്റീസ്, ഫിസിക്കലി ആയിട്ടുള്ള ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടാണ് പാരന്റ്സിനോട് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ കുട്ടികളെ ചെയ്യിപ്പിക്കാനായിട്ട് പറയുന്നത്. ഓക്കെ. Young children practice fine motor control through activities like ഇനി യങ് ചിൽഡ്രൻ ഏതൊക്കെ തരത്തിലുള്ള പ്രാക്ടീസ് ആണ് കൊടുക്കേണ്ടത് യങ് ചിൽഡ്രൻസിന്? മോട്ടോർ കൺട്രോൾ, കട്ടിംഗ്, ത്രെഡിംഗ്, ബീഡ്സ് ആൻഡ് സോർട്ടിംഗ്. എന്താണ്? കട്ട് ചെയ്യാനും ബീഡ്സ് എല്ലാം കൊടുക്കാൻ, സോർട്ട് ചെയ്യാനും. ബീഡ്സുകൾ അല്ലെ, ബീഡ്സുകൾ കോർക്കാനായിട്ടുള്ള ആക്ടിവിറ്റീസ്. ത്രെഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? തുന്നുന്നതിന് വേണ്ടി അല്ലെ, ഫ്ലവേഴ്സ്. യെസ്, പലതരത്തിലുള്ള പിക്ചേഴ്സുകൾ, ഡിസൈൻസുകളൊക്കെ തുന്നുന്ന തരത്തിലുള്ള നൂല് ഉപയോഗിച്ചിട്ട്. Parents need to provide children with toys which further enhance their fine motor coordination. എന്താണ് പാരന്റ്സിന് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്? ടോയ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം കുട്ടികൾക്ക്. ടോയ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാ? അവരുടെ മോട്ടോർ ഡെവലപ്മെന്റ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി. ടോയ്സ് ഉപയോഗിച്ച് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? പാട്ട് പാടുന്ന ടോയ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് അതിനോട് ഇഷ്ടം കൂടി അതേപോലെ ചെയ്യാൻ ശ്രമിക്കാറില്ലേ? എന്താണ് അവിടെ ഒരു അനുകരണം വരുന്നല്ലേ, മോഡലിംഗ് വരുന്നുണ്ട് അല്ലെ. ടോയ്സ് ഉപയോഗിക്കുമ്പോൾ എന്താണ് എല്ലാ ടോയ്സിനൊപ്പം കളിക്കുന്നു, അല്ലെങ്കിൽ അതിനെ പോലെ ആകാൻ ശ്രമിക്കുന്നു, അതിനോട് സംസാരിക്കുന്നു, അത്തരത്തിലും ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ. ഇത്തരം ആക്ടിവിറ്റീസ് കൊടുക്കുന്നതിലൂടെ കുഞ്ഞുങ്ങളുടെ മോട്ടോർ ഡെവലപ്മെന്റ്സിൽ എന്താണ് വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൊടുത്താൽ മാത്രമേ ആ കുട്ടി ഡെവലപ്പ് ആയിട്ട് വരികയുള്ളൂ അല്ലെ. യാതൊരു ആക്ടിവിറ്റീസും കൊടുക്കാത്ത കുട്ടികളാണെങ്കിൽ എങ്ങനെയായിരിക്കും? എങ്ങനെയാണ് അവർ ആക്ടിവിറ്റി ചെയ്യാത്തൊരു കുഞ്ഞാണെങ്കിൽ? ആക്റ്റീവ് ആയിരിക്കൂല ഒരുപാട്. ആക്റ്റീവ് അല്ലാതെ എന്താണ് പിന്നെ മോട്ടോർ ഡെവലപ്മെന്റ് ഉണ്ടാവൂല. മോട്ടോർ ഡെവലപ്മെന്റ്സ് പൂർണ്ണമായിട്ട് ഉണ്ടാവില്ല. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റിയിലൂടെ മാത്രമാണ് നമ്മളുടെ സ്കൂളില് ഒരു PT പീരീഡ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് PT പീരീഡ് കായികക്ഷമത വർദ്ധിപ്പിക്കാൻ, സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്കൂളുകളിൽ നമ്മൾ അത്തരത്തിലൊരു പീരീഡ് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ.
പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ മോട്ടോർ വികസനം അല്ലെ ശാരീരിക വികസനം കൂടി നടക്കേണ്ടത് അത്യാവശ്യമാണ്. കായികക്ഷമത വർദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ആ ഒരു തരത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്കൂളുകളിൽ ചെറിയ ക്ലാസ് മുതൽ അങ്ങനത്തെ ഒരു രീതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, മാനസിക വളർച്ചയോടൊപ്പം തന്നെ എന്ത് വേണം, ശാരീരിക വളർച്ചയും അത്യാവശ്യമാണ്. ഓക്കെ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫിസിക്കൽ എൻവയോൺമെന്റ്. ആ ഒരു ഭാഗം നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ചിട്ട് വരാം കേട്ടോ. ഇനി ആക്ടിവിറ്റി ചെയ്ത് കാണിക്കാത്തവർ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിക്കണം. മിസ് നെക്സ്റ്റ് ക്ലാസ് തേഴ്സ്ഡേ അല്ലേ? നെക്സ്റ്റ് ക്ലാസ് തേഴ്സ്ഡേ. ഒരു 10 പേരെങ്കിലും അല്ലേ ഇപ്പൊ കാണിച്ചുള്ളൂ ആക്ടിവിറ്റി? എത്ര പേരുണ്ട് നമ്മള്? ഞാൻ കാണിച്ചു മിസ്സേ. ഞാനും കാണിച്ചു. മാക്സിമം ഒരു 10 പേരെ ആക്ടിവിറ്റി കാണിച്ചുള്ളൂ. ചെയ്തെന്ന് വിശ്വസിക്കുന്നത്. ചെയ്യാത്തവർ അടുത്ത ദിവസം കാണിക്കണം. സമയമുണ്ടല്ലോ, അടുത്ത ദിവസം വരെ സമയം എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കും. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് പഠിച്ചു വെക്കുക. ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ ആ ഒരു ഭാഗം പഠിച്ചു വെക്കുക. ഏത് ഭാഗം മിസ്സേ? Characteristics of physical development, general characteristics. ഓക്കെ മിസ്. ഒരു 6 പോയിന്റ്സ് കൊടുത്തേക്കുന്നില്ല. ആ പോയിന്റ്സ് ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ ഓക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ് ഇംഗ്ലീഷിലാണോ അതോ മലയാളത്തിലാ? ഇംഗ്ലീഷിലല്ലേ? ആ ഓക്കെ. ഓക്കെ, താങ്ക് യു. ലീവ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു. താങ്ക് യു മിസ്. മാം, താങ്ക് യു മാം. ഞാൻ ക്ലാസ്സിൽ കുറച്ച് ടൈം ആയിട്ടുള്ളൂ ജോയിൻ ചെയ്തിട്ട്. എന്താ പ്രിന്റ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇനി സെപ്പറേറ്റ് വെട്ടി ഒട്ടിക്കണോ? വേണ്ടോ, അത് തന്നെ മതി. ഓക്കെ ഓക്കെ. താങ്ക് യു മിസ്. എന്തോ ഈ ക്ലാസ് റൂമിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഓപ്പൺ ആക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു.